അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഫാക്ടറീസ് ആക്ട് അല്ല, നമ്മുടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് ആയിരുന്നു. അപ്പൊ ഇനി ഇത് അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മൾ അടുത്ത ഇതിലേക്ക് നമ്മൾ പോവുകയാണ്. ദാറ്റ് ഈസ് റിഗാർഡിംഗ് ഫാക്ടറീസ് ആക്ട്. ഓക്കെ, ഫാക്ടറീസ് ആക്ട് 1948ലേക്കാണ് നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എന്താണ്, എല്ലാവരും റെഡി ആണെന്ന് കരുതുന്നു. സോ വി ആർ മൂവിംഗ് ഓൺ ടു ദ ഫാക്ടറീസ് ആക്ട്. നമുക്കറിയാം എന്താണ് ഫാക്ടറീസ് ആക്ട് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം. ഓക്കെ, ഫാക്ടറീസ് ആക്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? അത് ഈ പറയുന്നത് പോലെ തന്നെ ബ്രിട്ടനിൽ, അത് ഈ പറയുന്നത് പോലെ തന്നെ എന്താണ്, ഈ പറയുന്ന പോലെ ബ്രിട്ടനിൽ, അതായത് നമുക്കറിയാം ബ്രിട്ടനിലാണല്ലോ ഈ ഫാക്ടറി സിസ്റ്റം ഒക്കെ എവോൾവ് ആയത്. ഫാക്ടറി സിസ്റ്റം എവോൾവ് ആയത് ബ്രിട്ടനിലാണ്. അപ്പൊ അവിടെ എന്താണ്, അവിടെ ഈ പറയുന്നത് പോലെ there was large number of laborers. ഒരുപാട് തൊഴിലാളികൾ, തൊഴിലാളികള്, ഒട്ടനവധി തൊഴിലാളികള് ബ്രിട്ടനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, ദി ഫാക്ടറീസ് അവരെ വളരെയധികം എക്സ്പ്ലോയിറ്റ് ചെയ്തു. ഈ പറയുന്ന പോലെ എന്താണ് 16-18 മണിക്കൂർ വർക്കും, അതുപോലെ തന്നെ എന്താണ് വിശ്രമമില്ലാത്ത വർക്കും. പിന്നെ മെയിൻ ആയിട്ട് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലണ്ടനിലെ അല്ലെങ്കിൽ ബ്രിട്ടനിലെ ഫാക്ടറീസ് എന്ന് പറയുന്നത് ദാറ്റ് വാസ് റിലേറ്റിംഗ് വിത്ത് ടെക്സ്റ്റൈൽസ് ആണ്. ടെക്സ്റ്റൈൽസ് ആണ്. അപ്പൊ ഈ ടെക്സ്റ്റൈൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും, കൺജസ്റ്റഡ് ആയിട്ടുള്ള മെഷീനറീസ് ആയിരിക്കും. അതിലൂടെ അപ്പൊ അവിടെ സ്പീഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, അത് കുട്ടികൾക്കേ സാധിക്കുള്ളൂ. അപ്പൊ കുട്ടികളെ എംപ്ലോയ് ചെയ്യാൻ തുടങ്ങി. പർട്ടിക്കുലർലി ഇൻ ടെക്സ്റ്റൈൽസ് ആൻഡ് കോൾ മൈനിങ്. കോൾ മൈനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ നമ്മൾ റാറ്റ് ഹോൾ മൈനിങ് എന്ന് പറയും. റാറ്റ് ഹോൾ മൈനിങ്, ചെറിയ കുഴികൾ ഉണ്ടാക്കി അതിൻ്റെ അകത്തേക്ക് ഈ എലിയുടേതിന് സമാനമായിട്ടുള്ള ചെറിയ കുഴികൾ ഉണ്ടാക്കി കുട്ടികളെ എന്ത് ചെയ്യും, കുട്ടികളെ അതിലേക്ക് കടത്തിവിടും. ചെറിയ കുഴികൾ ഉണ്ടാക്കി കുട്ടികളെ അതിലേക്ക് കടത്തിവിടും. അതിനെ നമ്മൾ റാറ്റ് ഹോൾ മൈനിങ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള റാറ്റ് ഹോൾ മൈനിങ് ഒക്കെ നടത്തി വലിയ ലാഭം ഉണ്ടാക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ അവിടെ ഒരിക്കലും എന്ത് ചെയ്തിരുന്നില്ല, ഒരിക്കലും അവിടെ ആളുകളുടെ സേഫ്റ്റി അല്ലെങ്കിൽ തൊഴിലാളികളുടെ സേഫ്റ്റിക്ക് ഒരു ഇമ്പോർട്ടൻസും ഈ പറയുന്ന ആളുകൾ കൊടുത്തിരുന്നില്ല. ഇനി സപ്പോസ് അവിടെ ഒരു അപകടം പറ്റി. ഇപ്പം 10 പേരുള്ള ഒരു ഫാക്ടറി, ജസ്റ്റ് ഒരു ഉദാഹരണം പറയണം. എന്താണ്, 10 പേര് പണിയെടുക്കുന്ന ഒരു കോൾ ഫാക്ടറി അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറി. 10 പേര് പണിയെടുക്കുന്നു. അപ്പൊ നമുക്കറിയാം എന്താണ് കോട്ടൺ ഓപ്പണർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. കോട്ടൺ ഓപ്പണർ, അതായത് നമുക്ക് ഈ പഞ്ഞിയൊക്കെ വലിയ തിളച്ച വെള്ളത്തിലിട്ട് ഇങ്ങനെ തിളപ്പിച്ച് എന്ത് ചെയ്യണം, അത് തുറന്ന് അത് ചൂടോടെ എടുത്തിട്ടാണ് ഈ നൂലിലേക്ക് കൊണ്ടുപോകുക. അപ്പൊ ഈ കോട്ടൺ ഓപ്പണർ സപ്പോസ് 10 പേര് പണിയെടുക്കുന്നു. ഈ കോട്ടൺ ഓപ്പണർ തുറക്കുന്ന സമയത്ത് അതിൽ നിന്ന് തിളച്ച വെള്ളവും മറ്റും ഒരാളുടെ ദേഹത്തേക്ക്, ഇതിൽ ആരെങ്കിലും ഒരാളുടെ ദേഹത്തേക്ക് വീഴുന്നു. ആ വ്യക്തിക്ക് സാരമായി പൊള്ളലേൽക്കുകയും ആ വ്യക്തി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഒരു വ്യക്തിയുടെ ദേഹത്തേക്ക് അത് വീഴുകയും ആ വ്യക്തിക്ക് സാരമായി പരിക്കേൽക്കുകയും അതേ തുടർന്ന് മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും നമ്മൾ, ഈ പറയുന്ന എംപ്ലോയി എന്ത് ചെയ്യും, കേസ് കൊടുക്കും. മുതലാളിയോട് പറയും, മുതലാളി എനിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റി, അതുകൊണ്ട് മുതലാളി എനിക്ക് എന്ത് തരണം, ഇച്ചിരി കോമ്പൻസേഷൻ തരണം. അപ്പൊ മുതലാളി പറയും എന്താണ്, നിനക്ക് കോമ്പൻസേഷനും ഇല്ല, ഒന്നുമില്ല, നീ പോ പുറത്ത് എന്ന് പറയും. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ ഒരു സേഫ്റ്റി മെഷേഴ്സും അവിടെ പാലിച്ചിട്ടുണ്ടാവില്ല. ഒരു സേഫ്റ്റി മെഷേഴ്സും അവിടെ പാലിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ എംപ്ലോയി കോമ്പൻസേഷൻ ആക്ടിൽ പറയും ആഡഡ് പെരിൽ. ഡോക്ട്രിൻ ഓഫ് ആഡഡ് പെരിൽ എന്ന് പറയും. ആഡഡ് പെരിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. ആഡഡ് പെരിലിൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഈ ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു സേഫ്റ്റി മെഷേഴ്സും പാലിച്ചിട്ടില്ല, ബട്ട് ആക്സിഡന്റ് സംഭവിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് വർക്കിംഗ് കണ്ടീഷൻസ്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, 8 hours കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകത്തിൽ ആദ്യമായിട്ട് അമേരിക്കയിൽ 1881 മെയ് മൂവ്മെന്റ് നടന്നത്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ തൊഴിൽ എന്നൊക്കെ പറഞ്ഞിട്ട് 1881 ആരംഭിച്ചത്. എന്നാൽ ആദ്യമായിട്ട് 8 മണിക്കൂർ തൊഴിൽ ഏർപ്പെടുത്തിയത് ഇന്ത്യയിലാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ലോകത്തിൽ ആദ്യമായിട്ട് 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ റിക്രിയേഷൻ, ഉല്ലാസം. തൊഴിൽ, വിശ്രമം, ഉല്ലാസം എന്നുള്ളത്
8 hours ആദ്യമായിട്ട് ലോകത്ത് ചെയ്തത് ടാറ്റയാണ്. ഓക്കെ, ടാറ്റയാണത് കൊണ്ടുവന്നത്. ജസ്റ്റ് ആനുഷംഗികമായി സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരാം, അല്ലെങ്കിൽ അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. അപ്പൊ ഫാക്ടറീസ് ആക്ട് എന്താണ്? ഈ പറയുന്ന പോലെ തൊഴിലാളികളെ അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തൊഴിലാളികളെ അങ്ങനെ ഒരിക്കലും കൊലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഫാക്ടറീസിൽ അവരെ ഇട്ട് കൊലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അവരെ എന്ത് ചെയ്യണം, അവർക്ക് ചില പ്രൊട്ടക്ഷൻസ്, ചില സ്റ്റാറ്റ്യൂട്ടറി ചില സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്സ് അവർക്ക് കൊടുക്കണം. ഓക്കെ, ഈ സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്സിനെ അവർക്ക് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്? ഓക്കെ, ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, വനിതാ വർക്കേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ വനിതാ വർക്കേഴ്സിന് എത്ര മണിക്കൂർ മുതൽ എത്ര മണിക്കൂർ വരെ ജോലി ചെയ്യിക്കാം. ഓക്കെ, അതുപോലെ എന്താണ്, ഇപ്പൊ ഒരു കെമിക്കൽ ഫാക്ടറി, ആ കെമിക്കൽ ഫാക്ടറിയിൽ എന്തൊക്കെ കെമിക്കൽസ് കൈകാര്യം ചെയ്യുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സേഫ്റ്റി ഗിയേഴ്സ് ധരിച്ചിരിക്കണം, ഇങ്ങനെ എന്തുണ്ട്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ അത്തരം ചോദ്യങ്ങൾ, അതിനൊരു ഉത്തരമാണ് ഫാക്ടറീസ് ആക്ട് എന്ന് പറയുന്നത്. ഫാക്ടറീസ് ആക്ട് എന്ന് പറയുന്നത് മെയിൻലി എന്താണ്? ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് the Factories Act എന്താണ്? The Factories Act provides a statutory, okay, ഇങ്ങനെ വേണമെങ്കിൽ എഴുതിക്കോളൂ. The Factories Act provides certain, the Factories Act provides certain statutory rights to the employees. Employers അല്ല, employees. തൊഴിലാളികൾക്ക്, ആർക്കാടെ? തൊഴിലാളികൾക്ക് സർട്ടൈൻ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. സർട്ടൈൻ റൈറ്റ്സ് ഏതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഫാക്ടറീസ് ആക്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, തൊഴിലാളികൾക്ക് സർട്ടൈൻ റൈറ്റ്സ് ഫാക്ടറീസ് ആക്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എവിടെ കിട്ടിയോടെ? ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്സ്. ഇനി അത് ജസ്റ്റ് അതിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള, അതിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്ത് ചെയ്യാൻ, നിങ്ങൾ തന്നെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. യെസ്, അപ്പൊ ആദ്യ കാലങ്ങളിലൊക്കെ എന്താണ്, 8 hours അല്ല 12 hours വർക്ക് വേണം, അല്ലെങ്കിൽ 12 hours കൂടുതൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത് ബ്രിട്ടനില്. പിന്നെ എന്ത് ചെയ്തു? പിന്നെ നമുക്കറിയാം, നമ്മൾ എന്ത് പറഞ്ഞു, നമുക്ക് 1947 ID ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് നമ്മൾ കൊണ്ടുവന്നു. അതിന്റെ കൂടെ തന്നെ നമ്മളൊരു ട്രൂസ് എഗ്രിമെന്റ് ഒപ്പിട്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഒരു ട്രൂസ് എഗ്രിമെന്റ് ഒപ്പിട്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് എന്താണ്, അടുത്ത 3 വർഷത്തേക്ക്, ഫോർ ദി next 3 years there will be no strikes or lockouts. ഓക്കെ, അടുത്ത 3 വർഷത്തേക്ക് എന്താണ്, ഒരു തരത്തിലുള്ള സ്ട്രൈക്കുകളോ ലോക്കൌട്ടുകളോ ഉണ്ടാവുകയില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിരുന്നു, കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. അപ്പം അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, ഓക്കെ, അപ്പൊ സ്ട്രൈക്കും ലോക്കൌട്ടും ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ല എങ്കിൽ എന്ത് വേണം? തീർച്ചയായിട്ടും ഇവിടെ പറയുന്നത് പോലെ എന്ത് ചെയ്യണം, നല്ല സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ എംപ്ലോയീസിന് കൊടുക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ആക്ട് വരുന്നത്. പോയിന്റ് സെറ്റ് അല്ലേടെ? ഇനി നമ്മൾ ഫാക്ടറീസ് ആക്ടിന് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഫാക്ടറീസ് ആക്ട് 1881 ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ലോർഡ് റിപ്പൺ. ഓക്കെ, റിപ്പൺ പ്രഭുവിന്റെ സമയത്ത് 1881 ലോർഡ് റിപ്പൺ പ്രഭുവിന്റെ സമയത്താണ് ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറീസ് ആക്ട് വരുന്നത്. ഇതിന്റെ ഫണ്ടമെന്റൽ ഉദ്ദേശം, ഇത് ചോദിക്കാവുന്നതാണ്. ഇതിന്റെ ടാർഗറ്റ് ഗ്രൂപ്പ് 881 ഫാക്ടറീസ് ആക്ടിന്റെ ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചിൽഡ്രൻ ആയിരുന്നു. ഓക്കെ, കാരണം ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന, അല്ലെ ഇന്ത്യയിൽ ഫ്ലറിഷ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയും കോൾ മൈനിങ്ങുമാണ്. ഓക്കെ, കോൾ മൈനിങ്ങുമാണ്. ഇത് രണ്ടിനും എന്ത് ചെയ്യുന്നുണ്ട്, ലാർജ് സ്കെയിലിൽ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ രണ്ടിനും ലാർജ് സ്കെയിലിൽ കുട്ടികൾ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ്, there should be certain measures so as to regulate the
റെഗുലേറ്റ്, അവിടെയും എന്തല്ല പ്രൊഹിബിറ്റ് അല്ല, റെഗുലേറ്റ് ദി എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ. ഓക്കെ, റെഗുലേറ്റ് ദി എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ എംപ്ലോയ്മെന്റ്, കുട്ടികളെ എംപ്ലോയ് ചെയ്യുന്നത് റെഗുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് വേണം? ചില പ്രൊവിഷൻസ് വേണമെന്നുള്ളത് കൊണ്ടാണ് 1881 നമ്മൾ ഫാക്ടറീസ് ആക്ട് കൊണ്ടുവന്നത്. ആൻഡ് ഈ ഫാക്ടറി ആക്ട് എവിടെയാണ്? 100 അതിലധികമോ തൊഴിലാളികളുള്ള ഫാക്ടറീസിൽ മാത്രമേ അപ്ലിക്കബിൾ ആകുമായിരുന്നുള്ളൂ. പിന്നീട് എന്ത് ചെയ്തു? അത് അമെൻഡ് ചെയ്തു. ഓക്കെ, 1891 അതിനെ റിപ്പീൽ ചെയ്തുകൊണ്ട് പുതിയൊരു ഫാക്ടറീസ് ആക്ട് കൊണ്ടുവന്നു. അതിൽ എന്ത് ചെയ്തു? അതിന്റെ അപ്ലിക്കബിലിറ്റി 100 എന്നുള്ളത് മാറ്റി 50 പേരാക്കി. 50 അതിലധികമോ ആളുകൾ വർക്ക് ചെയ്യുന്നിടത്ത്, വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നിടത്ത് 1891 ഫാക്ടറീസ് ആക്ട് അപ്ലിക്കബിൾ ആണ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഫാക്ടറീസ് ആക്ടിൽ വരുന്നത്? ഓക്കെ, there are certain provisions. Okay, there are certain provisions പറയുന്നുണ്ട്. Provisions regarding to health, safety, welfare, working hours, annual leave with wages. ഓക്കെ, ഇങ്ങനെ എന്താണ് നമുക്കിപ്പം ഫാക്ടറീസ് ആക്ടിനെ എടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഫാക്ടറീസ് ആക്ടിനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ അതിന് പല പ്രൊവിഷൻസ് ഉണ്ട്. ഒന്ന് ഹെൽത്ത് പ്രൊവിഷൻസ്, പിന്നെ വരുന്നത് വെൽഫെയർ പ്രൊവിഷൻസ്, ഇനി പറയുന്ന പോലെ വർക്കിംഗ് അവേഴ്സ്, സേഫ്റ്റി, ഓക്കെ, ലീവ്. ഓക്കെ, there are certain leaves which are to be granted to the employees with wages. Okay, waged. Okay, LOP. Okay, leaves without LOP എന്ന് പറയും. LOP എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് പേ. അപ്പൊ നമ്മള് സാധാരണഗതിയിൽ നമുക്ക് ഒരു വർഷം ഇത്ര ലീവ് വരെ എടുക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഗവൺമെന്റിൽ അത് 21 ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഒരു വർഷം നമുക്ക് ഇത്ര ലീവ് വരെ എടുക്കാം. അതായത് ഒരു മാസം 1.5 ലീവ്, അങ്ങനെ എന്തോ ഒരു കണക്കാണ്. 18, അങ്ങനെ എന്തോ ഒരു കണക്കാണ്. കൃത്യമായിട്ട് എനിക്കത് ഇപ്പോൾ ഓർമ്മയില്ല. ഇപ്പൊ എന്താണെങ്കിലും എന്താണ് ഇത്രയും ലീവുകൾ, അത് LOP ഇല്ലാത്ത ലീവുകളാണ്. ഇത് തന്നെ പ്രൈവറ്റ് സെക്ടറിലും അപ്ലിക്കബിൾ ആണ്. There should be provisions for leaves without LOP. Okay, loss of pay ഇല്ലാത്ത ലീവ്സിന്റെ പ്രൊവിഷൻസ് ഉൾപ്പെടുത്തിയിരിക്കണമെന്നും പറയുന്നുണ്ട്. അടുത്തതിലേക്ക് വരുന്നു. ഡെഫിനീഷൻസ്. ഡെഫിനീഷൻസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഫാക്ടറി തന്നെയാണ്. സെക്ഷൻ 2M ഓക്കെ, ഫാക്ടറീസ് ആക്ട് 1948 സെക്ഷൻ 2M നമ്മൾ ഫാക്ടറീസിനെ ഗവൺമെന്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് 2 ഡെഫിനീഷൻസ് ഉണ്ട്. ഓക്കെ, ഫാക്ടറീസ് ആക്ടിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന് 2 ഡെഫിനീഷൻസ് ആണ് വരുന്നത്. ഏതൊക്കെയാണ് 2 ഡെഫിനീഷൻസ് നമുക്കൊന്ന് നോക്കാം. അതിന്റെ ഒന്നാമത്തെ ഡെഫിനീഷൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതിന്റെ ഒന്നാമത്തെ ഡെഫിനീഷൻ ശ്രദ്ധിക്കുക. അതെന്താണ്? വിത്ത് പവർ ആണ്. ഓക്കെ, വിത്ത് പവർ, കരണ്ടോട് കൂടി. ഓക്കെ, കരണ്ടോട് കൂടിയിട്ടാണ് എങ്കിൽ, ഇടയിൽ ശ്രദ്ധിച്ച് കേൾക്കണേ, കഴിഞ്ഞ 365 ദിവസത്തിൽ, ഓക്കെ, കരണ്ടോട് കൂടിയുള്ളതാണ് എങ്കിൽ കഴിഞ്ഞ 365 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം, എനി ഡേ ഓഫ് ദി പ്രിസീഡിംഗ് 12 months, കഴിഞ്ഞ 365 ദിവസത്തിൽ ഏതെങ്കിലും ഒരു മാസം, ഏതെങ്കിലും ഒരു ദിവസം, ഓക്കെ, 1 in 365 days, ഓക്കെ, കരണ്ട് ഇല്ലാതെയാണ് എങ്കിൽ ഹാസ് എംപ്ലോയിഡ്, സോറി, കരണ്ടോട് കൂടി വിത്ത് പവർ, ഓക്കെ, വിത്ത് പവർ ആണ് എങ്കിൽ എന്താണ്? ഹാസ് എംപ്ലോയിഡ് 10 or more workers. ഓക്കെ, എന്താണ്? കഴിഞ്ഞ മാസം 365 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം, ഓക്കെ, കഴിഞ്ഞ 365 ദിവസം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ദിവസം, മനസ്സിലായോ? ഒരു ദിവസമെങ്കിലും 10 അതിലധികമോ 10 or more, ഓക്കെ, 10 or more 10 അതിലധികമോ ആളുകളെ എംപ്ലോയ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഫാക്ടറി ആണ്. ഇനി there are certain factories which work without the aid of power. Okay, there are certain factories which work without the aid of power. For example, എന്താണ്? ഇപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞു, ഇപ്പൊ കളിമണ്ണ്,
ഓക്കെ, ഇവിടെ പല ഭാഗത്തും നിന്നാണ് ഈ ഓട്ട് ഫാക്ടറി ഉണ്ട് നിലമ്പൂർ. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നിലമ്പൂർ ഓട്ട് ഫാക്ടറി ഉണ്ട്. അവിടെ എല്ലാം തന്നെ ഈ പറയുന്ന പോലെ വിറക് കത്തിച്ചിട്ടാണ്. ഓക്കെ, കറണ്ട് വളരെ പറയുന്ന പോലെ എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യത്തിനുള്ള കറണ്ട് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എല്ലാം വിറക് കത്തിച്ചിട്ടാണ്. ഹീറ്റിംഗ്, ക്ലിങ്കിങ്, അതൊക്കെ ആ വിറക് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അങ്ങനെ വിത്തൗട്ട് പവർ ആണ് എങ്കിൽ, ഇവിടെ ശ്രദ്ധിച്ചു കേളടെ, ഇവിടെ വിത്തൗട്ട് പവർ ആണ് എങ്കിൽ, ഓക്കെ, വിത്തൗട്ട് പവർ ആണ് എങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക, 20 അതിലധികമോ ആളുകളെ, ഓക്കെ, 20 അതിലധികം ആളുകളെ ഇൻ ദി ലാസ്റ്റ് 360, ഇനി കഴിഞ്ഞ 365 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം എന്ത് ചെയ്യുക, 20 അതിലധികം ആളുകളെ എംപ്ലോയ് ചെയ്തിരിക്കുക. എവിടെ പോയിന്റ് മനസ്സിലായോ? എസ് പോയിന്റ് മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പൊ ഫാക്ടറിയുടെ ഡെഫിനേഷൻ ഒന്നുകൂടെ പറഞ്ഞു തരാം, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവും. ഫാക്ടറിയുടെ ഡെഫിനേഷൻ ഒന്നുകൂടെ പറഞ്ഞു തരാം, അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പൊ ശ്രദ്ധിച്ചു കേൾക്കുക. യെസ്, ഫാക്ടറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുണ്ട്. സെക്ഷൻ 2M അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 2M ഓഫ് ഫാക്ടറീസ് ആക്ട് 1948. അപ്പം വിത്ത് പവർ എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ടോട് കൂടി. കറണ്ട് കൂടുമ്പോൾ എന്താണ്, ആൾക്കാർ കുറവ് പോരെ, കുറെ പണി കറണ്ട് ചെയ്യുമല്ലോ, അപ്പൊ ആൾക്കാർ കുറവ് മതി. അപ്പൊ എന്താണ് 1 in ഏതെങ്കിലും ഇൻ എനി ഓഫ് ദ 1 days in preceding last 365 days അല്ലെങ്കിൽ 12 months എംപ്ലോയിഡ് 10 or more persons. ഓക്കെ, അത് ഫാക്ടറി ആണ്. ഇനി വിത്തൗട്ട് പവർ ആണെങ്കിലോ, വിത്തൗട്ട് പവർ ആണെങ്കിൽ എന്താണ് ഈ പറയുന്നത്, ഇതേപോലെ തന്നെ എന്താണ്, എനി വൺ ഓഫ് ദ 365 days ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, എനി വൺ ഓഫ് ദ 365 days ഒന്നാമത്തെ പോയിന്റ്. യെസ്, രണ്ടാമത്തെ പോയിന്റ് എന്താണ്, അവിടെ 20 മെമ്പേഴ്സ് ആണ്. അവിടെ 10 മെമ്പേഴ്സ് അല്ല, അവിടെ 20 മെമ്പേഴ്സ് ആണ്. യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്, പോയിന്റ് കിട്ടിയോ? യെസ്, പക്കാ സെറ്റ് അല്ലേ? യെസ്, സംശയമൊന്നുമില്ലല്ലോ? യെസ്, അപ്പൊ ഡെഫിനേഷൻ കിട്ടിയെന്ന് കരുതുന്നു. സോ ഐ തിങ്ക് വി വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ്. യെസ്, ഓക്കെ. പിന്നെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്, ഒരു മൈനിനെ അതിനെ നമ്മൾ ഫാക്ടറി ആയിട്ട് ഉൾപ്പെടുത്തുന്നില്ല. അത് ഇറ്റ് ഈസ് റെഗുലേറ്റഡ് അണ്ടർ ദി മൈൻസ് ആക്ട് ഓഫ് 1952. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ മൈൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, മൈൻസിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അക്കോർഡിംഗ് ടു മൈൻസ് ആക്ട് ഓഫ് 1952 ആണ്. അതുപോലെ തന്നെ let me make it very clear to you, any of the establishments. ഓക്കെ, ഇപ്പൊ ഞാൻ ഉദാഹരണം പറയണെന്താണ്, ഇപ്പൊ ഒരു ഓർഡിനൻസ് ഫാക്ടറി. ഓക്കെ, ഓർഡിനൻസ് ഫാക്ടറികൾ എന്ന് പറയും, which is under the direct control of armed forces. അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസിന് വേണ്ടി ഈ പറയുന്ന പോലെ ഇപ്പം നമുക്ക് മാനുഫാക്ചറിങ് പ്രോസസിംഗ് പറയും, മേക്കിംഗ്, ആൾട്ടറിങ്, റിപ്പയറിംഗ്, ഓർണമെന്റിംഗ്, ഫിനിഷിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ആംഡ് ഫോഴ്സസിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടുകളും ഫാക്ടറീസ് ആക്ടിന്റെ പരിധിയിൽ വരില്ല. ഓക്കെ, ആംഡ് ഫോഴ്സസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒന്നും തന്നെ എന്തിൽ വരില്ല, ഫാക്ടറീസ് ആക്ടിന്റെ പരിധിയിൽ വരില്ല. സോ എന്താണ്, ബി ക്ലിയർ ഇൻ ദാറ്റ്. ഓക്കെ, ആ ഒരു കാര്യത്തിൽ എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അതിലൊരു സംശയത്തിന് സ്കോപ്പ് വരരുത്. അതിലൊരു സംശയത്തിന് ഇടവരരുത്. നത്തിങ്, ഓക്കെ, നത്തിങ് ഇൻ ദ ഡെഫിനേഷൻ will contribute to nothing under the direct or indirect control of the Factories Act will be nothing under the direct or indirect control of the armed forces will be a part of the Factories Act. Armed forces in the factory other industrial establishment in any of these places where any of the manufacturing processes mentioned in the Factories Act is carried out. ഫാക്ടറീസ് ആക്ടിൽ പറയുന്ന ഏതെങ്കിലും ഒരു മാനുഫാക്ചറിംഗ് പ്രോസസ് എവിടെയെങ്കിലും ഒക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ടാവും, അവിടെ ചെയ്തോട്ടെ. ഓക്കെ, if that particular establishment അല്ലെങ്കിൽ if that particular place is under the armed forces, either under the direct ownership of the armed forces or it works as an agent for the armed forces, അത് armed forcesന് വേണ്ടി ഒരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നു. In both the cases, ആ രണ്ട് കേസുകളിലും എന്താണ്, ആംഡ് ഫോഴ്സസ് ആണോ? അത് നമ്മൾ സാധാരണഗതിയിൽ നിങ്ങൾക്ക് സെക്ഷൻ 33 സെക്ഷൻ അല്ല
അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആർട്ടിക്കിൾ 33 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. The Article 33 of the Indian Constitution makes it very clear that no civil laws, അതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ബട്ട് സുപ്രീം കോർട്ട് in several cases has held that എന്താണ് no civil rules, no civil laws are applicable in the armed forces. Armed forces എന്തില്ല, ഒരു തരത്തിലുള്ള സിവിൽ നിയമങ്ങളും ആർംഡ് ഫോഴ്സസിൽ അപ്ലിക്കബിൾ അല്ല എന്ന് നമ്മൾ പലതവണ കേട്ടിട്ടുള്ളതാണ്. യെസ്, അപ്പൊ അത് നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. യെസ്, നമ്മൾ പറഞ്ഞല്ലോ, അത് നിങ്ങൾ ഓർത്താൽ മതി. മാനുഫാക്ചറിങ് പ്രോസസ് എന്താണ്? ഓക്കെ, എന്താണ് മാനുഫാക്ചറിങ് പ്രോസസ് എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട. ഒരു പർട്ടിക്കുലർ സാധനം നിങ്ങൾക്ക് തരുന്നു, അത് മാനുഫാക്ചറിങ് പ്രോസസ് ആണോ? അവിടെ രണ്ട് കാര്യങ്ങൾ നോക്കുക. ഒന്നെന്താണ്, ഇതിന്റെ ബേസിക് ആയിട്ടുള്ള നേച്ചർ മാറുന്നുണ്ടോ? ആ പർട്ടിക്കുലർ കമ്മോഡിറ്റിയെ നിങ്ങൾക്ക് തരുന്നു. ഓക്കെ, അതിന്റെ ബേസിക് നേച്ചർ മാറുന്നുണ്ടോ, അല്ലെങ്കിൽ ബേസിക് ഷേപ്പ് മാറുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കുറച്ച് പച്ച ഇരുമ്പ് തരികയാണ്. നിങ്ങൾ ആ ഇരുമ്പിനെ അടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, അതിനെ അടിച്ച് ഇടിച്ച് പൊളിച്ച് അടുക്കി എന്ത് ചെയ്യുന്നു, അതിനെ നല്ലൊരു മെറ്റൽ ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ നല്ലൊരു മെറ്റൽ ക്രാഫ്റ്റ് ആക്കി മാറ്റുന്നു. അത് ഫാക്ടറിയാണ്. ഓക്കെ, അതായത് അതിന്റെ ഷേപ്പിനോ അല്ലെങ്കിൽ അതിന്റെ ബേസിക് നേച്ചറിന് മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് നേച്ചറാണ്. അത് ഇതാണ്. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത് അതിന്റെ സ്പേസിന്. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന സാധനം, ഓക്കെ, ഇവിടെ ഇരുന്ന സാധനത്തെ നിങ്ങൾ അതിന്റെ ഷേപ്പ് ഒന്നും മാറ്റിയില്ല, പക്ഷെ അതിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, അത് ഫാക്ടറിയാണ്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ. ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് പറയാവുന്ന എന്താണ്, അതിന്റെ ക്വാണ്ടിറ്റി മാറുന്നുണ്ടോ, അതിന്റെ ക്വാളിറ്റി മാറുന്നുണ്ടോ, അതിന്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഒക്കെ മാറുന്നുണ്ടോ, തുടങ്ങിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് കാര്യങ്ങൾ. ഓക്കെ, തുടങ്ങിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് കാര്യങ്ങൾ ഇവിടെ ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും ജസ്റ്റ് ഓർത്താൽ മതി. നിങ്ങൾക്ക് തരുന്ന ഇപ്പൊ ഒരു പർട്ടിക്കുലർ സാധനം അങ്ങോട്ട് കൊടുക്കുന്നു. ഓക്കെ, കുറെ എന്താണ്, കുറെ ചിപ്പും കുറെ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളും അകത്തേക്ക് കൊടുക്കുന്നു. ആ അകത്തേക്ക് കൊടുക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ അസൈൻ ചെയ്ത് ഒരു ലാപ്ടോപ്പ് ആക്കി തിരിച്ചു കൊണ്ടുവരുന്നു. അവിടെ ഫാക്ടറി ആണോ? ആണ്. ഈ ലാപ്ടോപ്പിനെ എന്ത് ചെയ്യുന്നു, വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ ഒരു തെർമോകോളൊക്കെ വെച്ച് പ്ലാസ്റ്റിക് പെട്ടി, ഒരു കാർഡ്ബോർഡ് പെട്ടിയിൽ അടയ്ക്കുന്നു, ഒരു ചട്ടക്കൂട്ടിൽ അടയ്ക്കുന്നു. അത് ഫാക്ടറി ആണോ? ഫാക്ടറി ആണ്. കാരണം സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പാക്കിംഗ് ആൻഡ് റീപാക്കിംഗ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണേ. പാക്കിംഗ് ആൻഡ് റീപാക്കിംഗ് ഫോംസ് പാർട്ട് ഓഫ് എന്താണ്, പാക്കിംഗ് ആൻഡ് റീപാക്കിംഗ് ഫോംസ് പാർട്ട് ഓഫ് മാനുഫാക്ചറിംഗ് പ്രോസസ് അണ്ടർ ഫാക്ടറീസ് ആക്ട് എന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓർത്ത് വെക്കുക. ഇനി ഈ പാക്ക് ചെയ്ത സാധനം, ഈ തെർമോകോളൊക്കെ വെച്ച് പാക്ക് ചെയ്ത സാധനം എന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ഇനി അത് ഇതാണോ, മാനുഫാക്ചറിംഗ് പ്രോസസ് ആണോ? ആണ്. കാരണം എന്താണ്, അതിന്റെ സ്പേസ് മാറി. ഇവിടെ വെച്ചിരുന്ന സാധനം ഇവിടെ എത്തി. ഓക്കെ, എ പോയിന്റിൽ വെച്ചിരുന്ന സാധനം അവിടെ നിന്ന് തിരിഞ്ഞ് ബി പോയിന്റിൽ എത്തി. ഒരു സംശയവും വേണ്ട. എന്താണ്, ഇറ്റ് ഈസ് മാനുഫാക്ചറിംഗ് പ്രോസസ്. കിട്ടിയോടെ? അത് ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത്, ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാം തന്നെ എന്തിൽ വരുന്നുണ്ട്, മാനുഫാക്ചർ പ്രോസസിന്റെ പരിധിയിൽ വരുന്നുണ്ട്. യെസ്, കൺസ്ട്രക്ടിങ് ഉണ്ട്, റീകൺസ്ട്രക്ടിങ് ഉണ്ട്, ഫിറ്റിംഗ് ഉണ്ട്. യെസ്. ഇനി ഡേ. യെസ്, ഇത് നമുക്ക് ജസ്റ്റ് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. യെസ്, ഒരു ഡേ എന്ന് പറയുന്നത് എന്താണ്, 24 hours ആണ്. എപ്പോഴാണ് തുടങ്ങുന്നത്? ഫ്രം മിഡ് നൈറ്റ്, നട്ടപ്പാതിര. ഓക്കെ, 12 mn. ഓക്കെ, സാധാരണ പലരും AM എന്ന് എഴുതി കാണാറുണ്ട്. 12ന്റെ കൂടെ നമ്മൾ MN എന്നാണ് എഴുതുക. ഓക്കെ, മിഡ് നൈറ്റ്. ഓക്കെ, 12 മിഡ് നൈറ്റ് ടു 12 മിഡ് നൈറ്റ് ആണ് നമ്മളൊരു ഡേ ആയിട്ട് കണക്കാക്കുക. അതുപോലെ 12 ഉച്ചക്കത്തെ 12 ആണെങ്കിൽ AM ഉം PM ഒന്നും അല്ല അവിടെ എഴുതുക. അവിടെ എഴുതുക 12 NN. ഓക്കെ, 12 noon. ഓക്കെ, 12 മിഡ് നൈറ്റ് ആണെങ്കിൽ MN, അങ്ങനെയാണ് എഴുതുക. ഓക്കെ, പലരും അങ്ങനെ തെറ്റായിട്ട് എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. യെസ്, ജസ്റ്റ് ഒരു പൊതുവിജ്ഞാനം പറഞ്ഞു തന്നേ ഉള്ളൂ. യെസ്, അപ്പം ഒരു ഡേ ആരംഭിക്കുന്നത് എപ്പോഴാണ്? രാത്രി 12 മണി മുതൽ പിന്നീടുള്ള 24 മണിക്കൂറാണ് നമുക്ക് ഫാക്ടറീസ് ആക്ട് പ്രകാരം എന്തായിട്ട് കണക്കാക്കുക? ഒരു ഡേ ആയിട്ട് കണക്കാക്കുക. ഫാക്ടറീസ് ആക്ട് പ്രകാരം ഒരു ഡേ ആയിട്ട് കണക്കാക്കുക. യെസ്, പോയിന്റ് കിട്ടിയോ? അടുത്തത് വീക്ക്. ഓക്കെ,
വീക്ക് ഈ പറഞ്ഞ പോലെ എന്താണ്, ശനിയാഴ്ച അർദ്ധരാത്രി. ഓക്കെ, ശനിയാഴ്ച അർദ്ധരാത്രിയിൽ തുടങ്ങി, മനസ്സിലായോ? ശനിയാഴ്ച അർദ്ധരാത്രിയിൽ തുടങ്ങി. ഓക്കെ, സാറ്റർഡേ മിഡ് നൈറ്റിൽ തുടങ്ങി. സാറ്റർഡേ 12 NM സ്റ്റാർട്ട് ചെയ്തു. 12 NM സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സാറ്റർഡേ, ഓക്കെ, അടുത്ത സാറ്റർഡേ 11:59, അടുത്ത സാറ്റർഡേ 11:59 PM വരെ നീണ്ടു നിൽക്കുന്നതാണ് ഒരു വീക്ക് എന്ന് പറയുന്നത്. 7 days. മനസ്സിലായോ? 11:59 PM വരെ നീണ്ടു നിൽക്കുന്നതാണ് ഒരു വീക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 7 days. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ്, മനസ്സിലാവാൻ കുറച്ച് എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഇപ്പൊ സപ്പോസ് ഒരു ഉദാഹരണം പറയണം, 1/06/2025. ഇതൊരു സാറ്റർഡേ ആണ്. അപ്പൊ ഈ സാറ്റർഡേ മിഡ് നൈറ്റില് 12 മണിക്ക്, ഓക്കെ, ഈ സാറ്റർഡേ മിഡ് നൈറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡേ ആരംഭിക്കുന്നത്. ഓക്കെ, പിന്നെ സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. യെസ്, മനസ്സിലായോ? അപ്പം 1, 2, 3, 4, 5, 6, 7. ഓക്കെ, സോറി, സാറ്റർഡേ അല്ല, ഫ്രൈഡേ. യെസ്, ഓക്കെ, അപ്പം ഫ്രൈഡേ. അപ്പൊ നമുക്ക് എത്ര ദിവസം വരെ ഉണ്ടാവും? യെസ്, ഫ്രൈഡേ, യെസ്, ഫ്രൈഡേ 11:59 വരെ. മനസ്സിലായോ? യെസ്, ഫ്രൈഡേ, യെസ്, 11:59 വരെ. മനസ്സിലായോടെ? അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു വീക്ക് കണക്കാക്കുന്നത്. പോയിന്റ് കിട്ടിയോ? ഒരു വീക്ക് കണക്കാക്കുന്നത്. ഓക്കെ, begin from a period of 7 days beginning from the midnight of Saturday night. കുറച്ചുകൂടെ എളുപ്പമായിരുന്നു എന്ന് കരുതുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണെന്ന് കരുതുന്നു. സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? സംശയമൊന്നും പാടില്ല. ഇനി അടുത്തത് കലണ്ടർ ഇയർ. ഓക്കെ, ഈ കലണ്ടർ ഇയർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്. യെസ്, ജനുവരി 1 മിഡ് നൈറ്റ് മുതൽ, അതായത് 12 AM മുതൽ എപ്പോ വരെയാണ്? ഡിസംബർ 31 11:59 വരെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുക? കലണ്ടർ ഇയർ ആയിട്ട് കണക്കാക്കുക. പവർ എന്ന് പറയുന്നത് മീൻസ് ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ എനി അതർ ഫോംസ് ഓഫ് എനർജി വിച്ച് ഇസ് മെക്കാനിക്കലി ട്രാൻസ്മിറ്റഡ് ആൻഡ് നോട്ട് ജനറേറ്റഡ് ബൈ ഹ്യൂമൻ ഓർ ആനിമൽ ഏജൻസി. അപ്പൊ നമുക്കറിയാം ഹോഴ്സ് പവർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. ഇപ്പൊ സപ്പോസ് നമ്മളൊരു ട്രെഡ്മില്ല് പോലത്തെ, പണ്ട് ഈ ഹോഴ്സ് പവർ എന്ന് പറയുന്നത്, ഇപ്പൊ ഹോഴ്സ് പവർ എന്ന് പറഞ്ഞിട്ട് ജെയിംസ് വാട്ട് കണ്ടുപിടിച്ച ഒരു സാധനമാണ്. ഒരു കുതിര 1 മണിക്കൂർ എന്തോരം ജോലി ചെയ്യും എന്നുള്ളതിനെയാണ് നമ്മൾ ഹോഴ്സ് പവർ എന്ന് പറയുക. അതായത് പണ്ട് ഈ സ്റ്റീം എഞ്ചിൻ വരുന്നതിന് മുമ്പ്, ഓക്കെ, ഈ സ്റ്റീം എഞ്ചിനൊക്കെ വരുന്നതിന് മുമ്പ് ഇംഗ്ലണ്ടിൽ ചെയ്തിരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെഡ്മില്ല് പോലത്തെ ഒരു സാധനത്തിൽ ഈ കുതിരയെ ഇങ്ങനെ നടത്തിക്കും. ഈ കുതിര ഇങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ തടിയുള്ള മനുഷ്യർ അവരുടെ ആരോഗ്യം നന്നാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ കുറെ നേരം നടത്തിക്കും. അങ്ങനെ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? യെസ്, അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ സാധനം കറങ്ങുകയും അതുവഴി മെക്കാനിക്കൽ എനർജി ആക്ടിവേറ്റ് ആവുകയും ചെയ്യും. അത് പവറിന്റെ ഇതിൽ വരില്ല. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ പവർ ആയിരിക്കണം, അല്ലെങ്കിൽ ഫയർ കൊണ്ടുള്ള അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനമായിരിക്കണം. അതല്ല എന്താണ്, ഈ ഹ്യൂമൻ ഓർ ആനിമൽ എഫേർട്ടിനെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നത് എന്തിന്റെ പരിധിയിൽ വരില്ല? പവറിന്റെ പരിധിയിൽ വരില്ല. പോയിന്റ് കിട്ടിയോടെ? സെറ്റ് അല്ലേ? Now comes prime mover. Okay, ഈ പ്രൈം മൂവർ എന്ന് പറയുന്നത് എന്താണ്? എനി ഓബ്ജക്ട്, ഓക്കെ, മീൻസ് എനി എഞ്ചിൻ, മോട്ടർ ഓർ അതർ അപ്ലയൻസ് വിച്ച് ജനറേറ്റ് ഓർ അതർവൈസ് പ്രൊവൈഡ്സ് പവർ. ഓക്കെ, ഈ പറയുന്ന ജനറേറ്റർ ആകാം, അല്ലെങ്കിൽ ഇപ്പോൾ സോളാർ വെച്ച സ്ഥലങ്ങളിലാണെങ്കിൽ സോളാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. എന്താണെങ്കിലും എന്താണ് പ്രൊവൈഡ്സ് പവർ, പവർ കൊടുക്കുന്ന എന്തൊരു സാധനത്തിനെ നമ്മൾ പ്രൈം മൂവർ എന്ന് പറയും. ഓർത്ത് വെക്കുക, ജസ്റ്റ് ഓർത്ത് വെക്കുക. നമ്മൾ ഓബ്ജക്റ്റീവ്സ് ഓഫ് ഫാക്ടറീസ് ആക്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യെസ്, എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫാക്ടറീസ് ആക്ട്? Objectives of Factories Act to ensure adequate safety measures and to promote healthy and safety welfare of workers employed in factories. This act also makes provisions regarding employment of women and young persons. Okay, children and adolescents. അത് നമ്മൾ ഫാക്ടറീസ് ആക്ട് താഴോട്ട് വരുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, ആരാണ് ചൈൽഡ്, ആരാണ് അഡോളസെന്റ് എന്നുള്ളത്. ആനുവൽ ലീവ് വിത്ത് വേജസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ആക്ട് എക്സ്റ്റെൻസ് ടു ഹോൾ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇൻക്ലൂഡിംഗ് ജമ്മു ആൻഡ് കാശ്മീർ,
സിൻസ് 2019 ഓക്കെ 2019 ശേഷമാണ് 2019 വരെ അങ്ങനെയല്ലായിരുന്നു അല്ലല്ലോ അല്ലേ ഡെഫിനേഷൻ ഓഫ് ഫാക്ടറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ 2M ഓഫ് ദി ഫാക്ടറീസ് ആക്ട് ഓക്കെ സെക്ഷൻ 2M ഓഫ് ദി ഫാക്ടറീസ് ആക്ടിലാണ് എന്ത് പ്രസ്താവിക്കുന്നത് റിഗാർഡിംഗ് ദി ഡെഫിനേഷൻ ഓഫ് ഫാക്ടറി ഓക്കെ ഡെഫിനേഷൻ ഓഫ് ഫാക്ടറി സെക്ഷൻ 2M ലാണ് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം അടുത്ത വരുന്നത് എന്താണ് പ്രൊവിഷൻസ് റിഗാർഡിംഗ് ഹെൽത്ത് എന്ന് നമ്മൾ പറഞ്ഞു ഹെൽത്ത് സേഫ്റ്റി അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പ്രൊവിഷൻസ് റിഗാർഡിംഗ് ഹെൽത്ത് എന്തൊക്കെയാണ് വരുന്നത് ക്ലെൻലിനെസ് ഓക്കെ തീർച്ചയായിട്ടും എന്തായിരിക്കണം വൃത്തിയും വെടിപ്പുണ്ട് താഴോട്ട് വരുമ്പോൾ പറയാം ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് വാട്ടർ ആൻഡ് അഫ്ലുവൻസ് അവിടെ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് വെന്റിലേഷൻ ആൻഡ് ടെമ്പറേച്ചർ ഇത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം വെന്റിലേഷനും ടെമ്പറേച്ചറും മറ്റു കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം ഡസ്റ്റ് ആൻഡ് ഫ്യൂംസ് ഈ ഡസ്റ്റ് ആൻഡ് ഫ്യൂംസിന് പ്രോപ്പർ എക്സ്പോസ്റ്റ് ഉണ്ടായിരിക്കണം അവിടെ തന്നെ പർട്ടിക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ തന്നെ സർക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ പർട്ടിക്കുലേറ്റ് മാറ്ററെ ഇതാവരുത് ആർട്ടിഫിഷ്യൽ ഹ്യൂമിഡിഫിക്കേഷൻ എക്സ്ട്രീം ആയിട്ടുള്ള ഓക്കെ ഇപ്പൊ നമുക്കറിയാം എന്താണ് എക്സ്ട്രീം ചൂടത്ത് പണിയെടുക്കുമ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും അത് പർട്ടിക്കുലർ ചേംബർ ഓക്കെ നമുക്ക് ഒരു വർക്ക് സ്പേസിനെ നമുക്കൊരു ചേംബർ എന്ന് വിളിക്കാം ആ ചേംബർ വിൽ ബിക്കം എന്താവും ദാറ്റ് ചേംബർ വിൽ ബിക്കം okay that chamber will become എന്താണ് that chamber will become extremely dry അത് വളരെ ഡ്രൈ ആവുകയും ആ ചേംബറിൽ എന്ത് ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് നിൽക്കാൻ പോലും പറ്റാത്ത രീതി ഇപ്പൊ നമുക്കറിയാം എന്താണ് ഈ പറയുന്ന പോലെ എയർ അവിടെ ഇവിടെയും എല്ലായിടത്തുമുള്ള എയർ കറക്റ്റ് ആയിട്ട് മാച്ച് ആയി കഴിഞ്ഞാൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റുള്ളൂ ആ എയറിൽ ആവശ്യത്തിനുള്ള വാട്ടർ വേപ്പർ ഉണ്ടായിരിക്കണം അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം there should be provisions for artificial ഹ്യൂമിഡിഫിക്കേഷൻ ഉണ്ടായിരിക്കണം പിന്നെ ഈ പറയുന്ന പോലെ ഓവർ ക്രൗഡിങ് പാടില്ല അതൊരു സ്പെസിഫൈഡ് ഇതുണ്ട് ഒരു വ്യക്തിക്ക് നിൽക്കാൻ ഏറ്റവും കുറഞ്ഞ എന്താണ് 5x5 ഓക്കെ 5 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സ്ഥലം ഒരു വ്യക്തിക്ക് കണക്കാക്കി കൊടുത്തിരിക്കണം ലൈറ്റിംഗ് ഓക്കെ പ്രോപ്പർ ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം ഓക്കെ ഡ്രിങ്കിങ് വാട്ടർ പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണം ലാറ്ററൈൻസ് ആൻഡ് യൂറിനൽസ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം ഓക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം മാത്രമല്ല എന്താണ് അതിന്റെ അടുത്തൊന്നും കൊണ്ടുപോയിട്ട് ഡ്രിങ്കിങ് വാട്ടർ വെക്കരുത് drinking water or latrines or splitoons should be placed in different places അല്ലെങ്കിൽ there should be reasonable distance between drinking water supply and latrines and urinals പിന്നെ പറയുന്ന splitoons എന്താണ് splitoons പറഞ്ഞാൽ തുപ്പുന്ന സ്ഥലം ഓക്കെ പണിക്കാരൻ അവിടെ ഇവിടെയൊക്കെ തുപ്പി വെക്കും അങ്ങനെ തുപ്പി വെക്കാൻ പാടില്ല there should be എന്താണ് there should be proper place for splitoons പ്രോപ്പർ ആയിട്ട് splitoons ചെയ്തിരിക്കണം ജസ്റ്റ് നമുക്ക് ഇനി സേഫ്റ്റി പ്രൊവിഷൻ ഡീറ്റെയിൽ ആയിട്ടുള്ള താഴേക്ക് വരുന്നുണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ തരികയാണ് എന്താണ് പ്രൊവിഷൻസ് റിഗാർഡിംഗ് സേഫ്റ്റി മെഷേഴ്സ് ഓക്കെ സേഫ്റ്റി മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് എന്താണ് ഫെൻസിങ് ഓഫ് മെഷീനറി ഓക്കെ മെഷീൻസ് ഒക്കെ എന്ത് ചെയ്തിരിക്കണം മെഷീൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഫെൻസ് ചെയ്തിരിക്കണം ഓക്കെ പ്രോപ്പർ ആയിട്ട് മെഷീൻസ് ഫെൻസ് ചെയ്തിരിക്കണം കാരണം എന്താണ് ആൾക്കാർ പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോവുക അല്ലെങ്കിൽ ആൾക്കാർ ചിലപ്പോൾ നടക്കുന്ന വഴിയിൽ വീണ് പോവുക അപ്പം അതിലേക്ക് മെഷീനിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടാകരുത് പ്രോപ്പർ എന്ത് ചെയ്യണം ഒരു പർട്ടിക്കുലർ മെഷീൻ എങ്കിൽ അതിന് ചുറ്റും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫെൻസിങ് നടത്തിയിരിക്കണം വർക്കിംഗ് നിയർ ദി മെഷീൻസ് ഇൻ മോഷൻ ഓക്കെ അതിന് സ്പെസിഫൈഡ് ആൻഡ് ട്രെയിൻഡ് ആയിട്ടുള്ള പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മെഷീന്റെ അടുത്ത് പ്രവർത്തിക്കണമെങ്കിൽ എന്തായിരിക്കണം സ്പെസിഫൈഡ് ആൻഡ് ട്രെയിൻഡ് പ്രൊഫഷണൽസിനെ മാത്രമേ professionals should only be allowed അങ്ങനെയുള്ളവരെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ അലോ ചെയ്യാൻ പാടുള്ളൂ അല്ലാത്തവരെ അലോ ചെയ്യാൻ പാടില്ല അവരെല്ലാം കൂടെ ഒന്നാകെ അലമ്പാക്കും ഓക്കെ ഇപ്പൊ ട്രെയിൻഡ് അല്ലാത്ത സ്പെസിഫൈഡ് അല്ലാത്ത ഒരാളെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എന്താണ് ആൾ നോക്കുമ്പോൾ ആ സ്വിച്ച് വെക്കുമ്പോൾ എന്താ അങ്ങനെ വരുന്നത് ഈ സ്വിച്ച് വെക്കുമ്പോൾ നമ്മുടെ മറ്റേ ഏതാണ് നമ്മുടെ അക്കരെ സിനിമയില് ശ്രീനിവാസൻ ഓക്കെ അക്കരെ സിനിമയില് ശ്രീനിവാസൻ പണിയെടുക്കാൻ പോയ പോലെ ഇരിക്കും ഓക്കെ ഏതൊരു സിനിമ ഒരു ലോണ്ടറിയിൽ ശ്രീനിവാസൻ പണിയെടുക്കാൻ പോകൂലേ അവിടെ പിടിച്ചു ഞെക്കി ഇവിടെ പിടിച്ചു ഞെക്കി ലാസ്റ്റ് എന്ത് ചെയ്തു കട കത്തിച്ചു ഓക്കെ ആഫ്റ്റർ ഓൾ എന്താണ് ഇത് വളരെ ഭീകരമാകുന്ന രീതിയിൽ എന്ത് ചെയ്യും ലോസ് സംഭവിപ്പിക്കും അത് എംപ്ലോയീസിന് മാത്രമല്ല എംപ്ലോയേഴ്സിനും ലോസ് സംഭവിക്കും അതുവഴി ഗവൺമെന്റിനും ചെയ്യും യെസ് പിന്നെ അതുപോലെ തന്നെ എന്താണ്
സ്ട്രൈക്കിംഗ് ഗിയർ ഡിവൈസസ് ഫോർ കട്ടിംഗ് ഓഫ് പവർ. ഓക്കെ, ഇപ്പൊ എന്താണ്, പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ there should be എന്താണ്, there should be immediate പവർ ഫുള്ള് ഓഫ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പവർ ഫുള്ള് ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് എന്താണ് there should be immediate provision. ഓക്കെ, ഇപ്പൊ എന്താണ്, ഒരാള് ഫാക്ടറിയിലേക്ക് അല്ലെങ്കിൽ ഒരു ബോയിലറിലേക്ക്, അങ്ങനെ ഒരുപാട് ആക്സിഡന്റ്സ് നടന്നിട്ടുണ്ട്. ഒരാൾ ബോയിലറിലേക്ക് വീഴുകയാണ്. അങ്ങനെ ഒരാൾ ബോയിലറിലേക്ക് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അപ്പോൾ തന്നെ പവർ ഓഫ് ചെയ്യാൻ പറ്റണം. അതല്ലാതെ അവിടെ പോയിട്ട് സ്വിച്ച് ഞെക്കി, അപ്പുറത്ത് പോയിട്ട് സ്വിച്ച് ഞെക്കി, ഇപ്പുറത്ത് പോയി സ്വിച്ച് നോക്കി, അങ്ങനെ സ്വിച്ച് ഞെക്കി 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 ലാസ്റ്റ് വെന്തയാളെ കിട്ടിയിട്ട് കാര്യമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ ഈ പറയുന്ന എന്താണ്, സെൽഫ് ആക്ടിങ് മെഷീൻസ്, സ്വയം പ്രവർത്തിക്കാൻ കഴിയുന്ന ടൈപ്പ് മെഷീൻസ് ഉണ്ട്. അവയുടെ കാര്യത്തിൽ അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സ്വിച്ച് ഓൺ ആക്കി വെച്ച് അത് ഇന്റർമീഡിയന്റ് ആയിട്ട് കുറച്ച് നേരം വർക്ക് ചെയ്യും, പിന്നെ ലോഡ് ചെയ്തിട്ട് പിന്നെ വർക്ക് ചെയ്യും. അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. കേസിംഗ് ഓഫ് ന്യൂ മെഷീനറീസ്, ഈ പറയുന്ന പോലെ ഫെൻസിങ് പോലെ കറക്റ്റ് ആയിട്ട് കേസ് ചെയ്യണം. ഇനി എന്താണ് കോട്ടൺ ഓപ്പണേഴ്സ്, നേരത്തെ പറഞ്ഞ അതേ കാര്യം. കോട്ടൺ ഓപ്പണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന, ഓക്കെ, ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ കോട്ടൺ ഇട്ടിട്ട് നമ്മൾ ബോയിൽ ചെയ്യുക. അങ്ങനെ ബോയിൽ ചെയ്യുന്ന സമയത്ത് അത് തുറക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യാനോ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, സ്ത്രീകളെയോ കുട്ടികളെയോ അടുപ്പിക്കാനായിട്ട് പാടില്ല. ഓക്കെ, സ്ത്രീകളെയോ കുട്ടികളെയോ അതിലേക്ക് അടുപ്പിക്കാനായിട്ട് പാടില്ല. പിന്നെ എന്താണ്, ഹോയിസ്റ്റ്, ലിഫ്റ്റിംഗ് മെഷീൻസ് ആൻഡ് അതേഴ്സ്. ഈ പറയുന്ന പോലെ എന്താണ്, ലിഫ്റ്റുകൾ, ആവശ്യമുള്ള സ്ഥലത്ത് ലിഫ്റ്റുകൾ ഉണ്ടായിരിക്കണം, ലിഫ്റ്റിംഗ് മെഷീൻസ് ഉണ്ടായിരിക്കണം, അതുപോലെ അതർ എസ്കലേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ഈ പറയുന്ന റിവോൾവിംഗ് മെഷീനറി, കറങ്ങിക്കൊണ്ടിരിക്കുന്ന മെഷീനറിയുടെ അടുത്തേക്ക് ഈ പറയുന്ന സേഫ്റ്റി ഗിയേഴ്സും ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ വിടാൻ പാടുള്ളൂ. സെയിം വിത്ത് പ്രഷർ പ്ലാന്റ്സ്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. സെറ്റ് അല്ലേ? യെസ്. ഇനി എന്താണ്, ഇനി ഫ്ലോർസ്, സ്റ്റെയർസ്, മീൻസ് ഓഫ് ആക്സസ്, പല രീതിയിലുള്ള സ്റ്റോർസ് ഉണ്ട്. അങ്ങനെ യെസ്, ഫ്ലോറുകൾ അത് ഓരോ അങ്ങനെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കണം. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല, സപ്പോസ് ഇങ്ങനെ കുറച്ച് 5-6 ഫ്ലോറുകളിലാണ്. ഓക്കെ, ഈ ഫ്ലോറിൽ നിന്ന് എന്താണ്, ആവശ്യമുള്ള കണക്ഷൻ മാത്രമേ പാടുള്ളൂ. ഓക്കെ, അല്ലാത്ത എല്ലാം എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഫ്ലോറിൽ നിന്ന് ഡേഞ്ചർ, എന്തെങ്കിലും സാധനങ്ങൾ താഴേക്ക് വീഴാനോ ഡേഞ്ചർ ആയിട്ട് സംഭവിക്കാനോ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ പിറ്റ്സ്, സംസ്, ഓപ്പണിംഗ് ഇൻ ഫ്ലോർ യെസ്, എന്താണ് ഈ പറഞ്ഞ പോലെ പിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒള്ളി ആവശ്യമുള്ളത് മാത്രമേ പാടുള്ളൂ. അല്ലാതെ അനാവശ്യമായിട്ട് എന്ത് ചെയ്യുമ്പോൾ പൈസ ലാഭിക്കാൻ വേണ്ടി അവിടെ ഒന്നും കുഴി പിടിച്ച് വെക്കാൻ പാടില്ല. ഇനി എന്താണ്, ഉള്ളി പെർമിറ്റഡ് വേസ്റ്റ്, ഈ പറയുന്ന ഹോയിസ്റ്റ് മെഷീൻസ് ആയിക്കൊള്ളട്ടെ, ആൾക്കാരായിക്കൊള്ളട്ടെ, ലിഫ്റ്റ് ആയിക്കൊള്ളട്ടെ, അതിനൊക്കെ എന്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, പെർമിറ്റഡ് വെയിറ്റ്സ് മാത്രമേ കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് ആണ് പ്രൊട്ടക്ഷൻ ഓഫ് ഐസ്, പ്രിക്കോഷൻസ് അഗൈൻസ്റ്റ് ഡേഞ്ചറസ് ഫ്യൂംസ്, ഗ്യാസ് ആൻഡ് അതേഴ്സ്. ഓക്കെ, ഈ പറയുന്ന പോലെ ഈ ഗ്യാസുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കെമിക്കൽസുമായിട്ടൊക്കെ ഡീൽ ചെയ്യുമ്പോൾ ഐസ് ഷുഡ് ബി വെൽ പ്രൊട്ടക്റ്റഡ്. റിഗാർഡിംഗ് യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ്. ഓക്കെ, ഈ പറയുന്ന പോലെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, പ്രോപ്പർ ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം. there are certain places where lights cannot be used. ഓക്കെ, ലൈറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ എന്ത് ചെയ്യണം, അവിടെ പോർട്ടബിൾ ഇലക്ട്രിക് ലൈറ്റ്സ് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കണം. പിന്നെ എക്സ്പ്ലോസീവ് ഓർ ഇൻഫ്ലേമബിൾ ഡസ്റ്റ് ഗ്യാസ്, അങ്ങനെയുള്ള സാധനങ്ങൾ എന്തായാലും ഇപ്പൊ എക്സ്പ്ലോസീവ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഗ്യാസ് ഹാൻഡിൽ ചെയ്യുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ എന്താണ്, പ്രോപ്പർ പ്രിക്കോഷൻസ് അവിടെ എടുത്തിരിക്കണം. ഓക്കെ, എന്താണ്, ഒരു ഫയർ അലാം അവിടെ ഉണ്ടായിരിക്കണം, എമർജൻസി ബട്ടൺ ഉണ്ടായിരിക്കണം. ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള, നമ്മൾ വിളിച്ചു പറയാതെ തന്നെ തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനിലേക്ക് മെസ്സേജ് പോകുന്ന ടൈപ്പ് ബട്ടൺ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, എമർജൻസി ആയിട്ടുള്ള വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരുപാട് നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്റേൺഷിപ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാനോ. ഓക്കെ, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിരുന്നു. ഞാൻ ലേബർ ലോയിൽ അത്യാവശ്യം ഇതുള്ളതാണ്. പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് ഫയർ. ഓക്കെ, തീയൊക്കെ കത്തുകയാണെങ്കിൽ എന്താണ് അതിനാവശ്യമായിട്ടുള്ള പ്രിക്കോഷൻസ്. അതാണ് ഇപ്പൊ എല്ലാ ഫാക്ടറികളിലും എന്തുണ്ട്, നിങ്ങൾ കണ്ടാൽ എന്താണ്, ഈ പറയുന്ന പോലെ ഒരു സാധനം ഇങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് നിൽക്കുന്നതാണ്. ഓക്കെ, യെസ്. ഓക്കെ, അത് സ്മോക്ക് സെൻസർ ആണ്. സ്മോക്ക് വരുന്നുണ്ട്, അത് അപ്പൊ വെള്ളം ചീറ്റും. സ്പെസിഫിക്കേഷൻസ് ഓഫ് ഡിഫക്റ്റീവ് പാർട്സ് ഓർ ടെസ്റ്റ് ഓഫ് സ്റ്റെബിലിറ്റി. എന്താണ്, ഒരു ഡിഫക്റ്റീവ് മെഷീൻ കൊണ്ട് പണിയെടുക്കാൻ പാടില്ല. ഇനി if there is any defects in that particular machine, ആ മെഷീനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്ട്സ് ഉണ്ട് എങ്കിൽ ഇറ്റ് ഷുഡ് ബി ടൈംലി കറക്റ്റഡ്. അങ്ങനെ മാത്രമേ ഒരു ഡിഫക്റ്റ് മെഷീനുമായിട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഒരു ഡിഫക്റ്റഡ് മെഷീനുമായിട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ആൻ ആക്സിഡന്റ്. അതൊരു ആക്സിഡന്റിൽ പര്യവസാനിക്കുകയും അതോടുകൂടിയിട്ട് എന്ത് സംഭവിക്കും, ഹ്യൂജ് ലോസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഈ പറയുന്ന ഇയാൾക്ക് പൈസ നഷ്ടം വന്നോട്ടെ, അത് സാരമില്ല, പക്ഷെ എന്താണ്, ആൾ മരിച്ചു പോകും അല്ലെങ്കിൽ ആൾ ഗുരുതരമായി പരിക്കേൽക്കും. അപ്പൊ അത് പാടില്ല. എന്താണ്, ഡിഫക്റ്റീവ് പാർട്സ് ഉണ്ട് എങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. അത് നമ്മൾ പറയും എന്താണ്, ഫിറ്റ്നസ്.
അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് അപ്ലൈ, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ് ഉണ്ടാവും ഫാക്ടറികളിൽ, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ്. ഓക്കെ, അവര് അല്ലെങ്കിൽ അവരെ എൻവോയ് ചെയ്യുന്ന ആൾക്കാര് അവിടെ പോയി ഇത് കണ്ട്, ഓക്കെ ഇതിങ്ങനെയാണ്, ഓക്കെ ശരിയാണ്, പ്രശ്നമൊന്നുമില്ല, സർക്യൂട്ട് നോക്കും, ഓക്കെ കറണ്ടിന്റെ പോക്ക് നോക്കും, ഓക്കെ കുഴപ്പമില്ല, നല്ല വയറാണോ നോക്കും. ഇത് പറഞ്ഞില്ല ISI മുദ്ര, മോഹൻലാലിന്റെ ഒരു സിനിമയിൽ പറയുന്നില്ല ISI മുദ്ര എവിടെയെന്ന്. യെസ്, അപ്പൊ അത് കാര്യവും തമാശയായിട്ട് പറയുന്നതാണെങ്കിലും ബട്ട് ദർ ആർ സർട്ടൻ റെഗുലേഷൻസ് ഫോർ ഇലക്ട്രിക് വയറിംഗ്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് വയറിംഗ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പോയിട്ട് അത് കണ്ട് അത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം അത് ചെയ്യാനായി. ഇനി എന്താണ് സേഫ്റ്റി ഓഫ് ബിൽഡിംഗ് ആൻഡ് മെഷീൻസ്. ഈ പറയുന്ന പോലെ ബിൽഡിംഗ്, അതിന് ഈ പറയുന്ന പോലെ PWDയിൽ നിന്ന്, പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റാങ്കിലുള്ള ഒരു ദിവസം വന്ന് ഈ പറയുന്ന ബിൽഡിംഗ് ഫിറ്റ് ആണെന്ന് സർട്ടിഫൈ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ എന്താണ് ദിസ് പർട്ടിക്കുലർ ഫാക്ടറിയിൽ എന്ത് വേണം, സേഫ്റ്റി ഓഫീസേഴ്സ് നിർബന്ധമാണ്. ഓക്കെ, പോയിന്റ് മനസ്സിലായോ? യെസ്. ഇനി അടുത്തത് വരുന്നത് എന്താണ്, പ്രൊവിഷൻ റിഗാർഡിംഗ് വെൽഫെയർ ഓഫ് വർക്കേഴ്സ്. വർക്കേഴ്സിന്റെ വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് വാഷിംഗ് ഫെസിലിറ്റീസ്. ഓക്കെ, അവർക്ക് അവരുടെ ഡ്രസ്സ് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് അയൺ ചെയ്ത് സൂക്ഷിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. ഫെസിലിറ്റീസ് ഫോർ സ്റ്റോറിംഗ് ആൻഡ് ഡ്രൈയിങ് ക്ലോത്ത്സ്, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. ഫെസിലിറ്റീസ് ഫോർ സിറ്റിംഗ്, ഓക്കെ ലോങ്, ഇപ്പൊ ഇറ്റ് റിക്വയർസ് ലോങ് സ്റ്റാൻഡിംഗ് അവേഴ്സ് ഓഫ് വർക്ക്, there should be provisions for എന്താണ് സിറ്റിംഗ്. പിന്നെ എന്താണ് ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ്. ഓക്കെ, there should be provisions for ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ്. അത് പർട്ടിക്കുലർലി എന്താണ് ഫ്ലോറുകൾ തിരിച്ചാണെങ്കിൽ ഫ്ലോറുകളിൽ, ഇനി അതല്ല ഓരോ ഡിവിഷൻ, ഓരോ വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവില്ല, അങ്ങനെ ഡിവിഷൻ തിരിച്ചാണെങ്കിൽ ഡിവിഷൻ, അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഒരു ഫാക്ടറി മൊത്തമായിട്ട് എടുത്തിട്ട് ആ മൊത്തം ഫാക്ടറിക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് സിസ്റ്റം എന്നല്ല പറയുന്നത്. കറക്റ്റ് ആയിട്ട് എന്താ പറയുന്നത്, ഇപ്പൊ ഫ്ലോറുകൾ 5 ഫ്ലോറുകൾ ഉണ്ടെങ്കിൽ അവിടെ എമർജൻസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന 5 ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ ഉണ്ടായിരിക്കണം. സപ്പോസ് ഇനി ഈ 5 ഫ്ലോറുകളെ 1 2 3 4 5 ഈ 5 ഫ്ലോറുകൾ എന്ത് ചെയ്യാണ്, 10 ഡിവിഷനുകൾ. ഇപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ബട്ടൺ സ്റ്റിച്ചിങ് ആണ് നടക്കുന്നത്, ഇവിടെ ബട്ടൺ ഹോളിംഗ് ആണ് നടക്കുന്നത്, ഇവിടെ കട്ടിംഗ് ആണ് നടക്കുന്നത്, ഇവിടെ മെഷറിംഗ് ആണ് നടക്കുന്നത്, ഇവിടെ സ്റ്റിച്ചിങ് ആണ് നടക്കുന്നത്, ഇവിടെ എംബ്രോയിഡറി ആണ് നടക്കുന്നത്. ഇങ്ങനെ പല ഡിവിഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഡിവിഷനിലും എന്ത് വേണം, ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണം. അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫുൾ ഫാക്ടറി. ഓക്കെ, 20 നിലയുള്ള ഒരു കെട്ടിടമാണെങ്കിൽ ആക്സിഡന്റ് നടക്കുന്നത് 20ാമത്തെ നിലയിലും ഫസ്റ്റ് എയ്ഡ് ഇരിക്കുന്ന 1ാമത്തെ നിലയിലും, ആ പരിപാടി നടക്കില്ല. എത്ര ഫ്ലോർ ഉണ്ടോ, ഒന്നെങ്കിൽ അതങ്ങനെയാണ് പറയുന്നത്, എത്ര ഫ്ലോർ ഉണ്ടോ ഒന്നെങ്കിൽ ആ ഓരോ ഫ്ലോറിലും വേണം. ഇനി അതല്ല എങ്കിൽ എന്താണ്, ഈ പറയുന്നത് പോലെ ഫാക്ടറീസിന്റെ ഡിവിഷൻസ്, വർക്ക് ഡിവിഷൻസ് നടക്കുമ്പോൾ അവിടെ ഇത് വേണം. പോയിന്റ് കിട്ടിയോ? കിട്ടിയോടെ? സെറ്റ് അല്ലേ? സംശയമൊന്നുമില്ലല്ലോ. യെസ്, അപ്പൊ അതാണ് ഫസ്റ്റ് എയ്ഡിന്റെ കാര്യം പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് എന്താണ്, യെസ് ക്യാൻറ്റീൻസ്, ഷെൽട്ടേഴ്സ്, റെസ്റ്റ് റൂംസ്, ലഞ്ച് റൂംസ്. ഓക്കെ, അത് നിർബന്ധമായിട്ട് വേണം. പിന്നെ ക്രച്ചസ്. ഓക്കെ, ക്രച്ചസിനെ കുറിച്ച് നമ്മൾ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പറയുമ്പോൾ നമ്മൾ പറയും എത്ര സ്ത്രീകൾ ഉള്ളിടത്താണ് ക്രച്ചസ് വേണ്ടത്, എത്ര കുട്ടികൾ, എത്ര വയസ്സ് വരെയുള്ള കുട്ടികളെ അവിടെ ഏൽപ്പിക്കാൻ പറ്റും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി ഫർദർ മൂവ് ആകുമ്പോൾ നമ്മൾ പറയും. അടുത്ത വെൽഫെയർ ഓഫീസേഴ്സ്. ഓക്കെ, ലേബർ വെൽഫെയർ ഓഫീസേഴ്സിനെ അവർ ഫാക്ടറീസ് അപ്പോയിന്റ് ചെയ്യണം. ഫാക്ടറീസ് മാത്രം അപ്പോയിന്റ് ചെയ്താൽ പോരാ, നമ്മളും അപ്പോയിന്റ് ചെയ്യണം. അപ്രോപ്രിയേറ്റ് ഗവൺമെന്റും എന്ത് ചെയ്യണം, അപ്പോയിന്റ് ചെയ്യണം. ഇത്രയും പോയിന്റുകൾ കിട്ടിയോ? യെസ്. നെക്സ്റ്റ് കംസ് ഹസാർഡസ് പ്രോസസ്. ഓക്കെ, ഇതിന്റെ ഓരോന്നിന്റെ ഡീറ്റെയിൽഡ് നോട്ട്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ, എന്തൊക്കെയാ വരുന്നത് എന്നുള്ളത്. Now comes hazardous process. ഇനി എന്താണ്, ഫാക്ടറീസ് ആക്ട് അമെൻഡ്മെന്റ് ആക്ട് 1987 ഉണ്ട്. ഓക്കെ, 1948 ഫാക്ടറീസ് ആക്ട് 1987 അമെൻഡ് ചെയ്തു. അങ്ങനെ ഇത് 1987 അമെൻഡ് ചെയ്തപ്പോൾ, ഈ ഫാക്ടറീസ് ആക്ട് 1987 അമെൻഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, there are certain new provisions added. അതിൽ ഒരു പ്രൊവിഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഹസാർഡസ് പ്രോസസ്. അതിലൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ഹസാർഡസ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, ലിസ്റ്റിംഗ് ദ ഇൻഡസ്ട്രീസ് ഇൻവോൾവിംഗ് ഹസാർഡസ് പ്രോസസ്. ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആണ് ഹസാർഡസ് പ്രോസസ്സിൽ പെടുന്നത് എന്ന് നോക്കുക. റിലേറ്റിംഗ് ടു പെർമിസിബിൾ ലെവൽസ് ഓഫ് സർട്ടൻ കെമിക്കൽ സബ്സ്റ്റൻസസ് ഇൻ വർക്കിംഗ് എൻവയോൺമെന്റ്. എന്താണ്, ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് വരുമ്പോൾ അവിടെ എന്തോരും അല്ലെങ്കിൽ എത്ര പരിധി വരെ കെമിക്കൽ സബ്സ്റ്റൻസസ് പെർമിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ പറയില്ല, ഇപ്പൊ ഡൽഹിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡൽഹി പൊല്യൂഷനെ കുറിച്ച് നമ്മൾ പറയും. ചിലപ്പോൾ നമ്മൾ ഡൽഹി എടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഡൽഹിയിലെ പൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ
അപ്പൊ എപ്പോഴും നമ്മൾ ഒരിക്കലും പറയുന്നില്ല എന്താണ് അവിടെ പർട്ടിക്കുലേറ്റ് മാറ്റർ, ഈ പർട്ടിക്കുലേറ്റ് മാറ്റർ ഒരിക്കലും എന്താണ് സീറോ ആയിരിക്കണം എന്നല്ല നമ്മൾ പറയുന്നത്. ഒരു പെർമിറ്റഡ് ലെവൽ ഉണ്ട്. അതുപോലെ എന്താണ് സർട്ടൻ ഫാക്ടറി അല്ലെങ്കിൽ ഫാക്ടറി എസ്റ്റാബ്ലിഷ്മെന്റുകളിൽ there is a permitted level. Okay, there is a permitted level of there is a permitted level of there is a permitted level of chemical substances. Yes, കിട്ടിയോ? സെറ്റ് അല്ലേ? സോറി, ഇനി എന്തൊക്കെയാണ് ഹസാഡസ് പ്രോസസ്സ് നടക്കുന്ന അല്ലെങ്കിൽ ഹസാഡസ് പ്രോസസ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സൈറ്റ് അപ്രൈസൽ കമ്മിറ്റി. ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് എന്താണ് ഒരു ഹസാഡസ് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്, കെമിക്കൽസും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ഹസാഡസ് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് എങ്കിൽ അവിടെ എന്തായിരിക്കണം? ഒരു സൈറ്റ് അപ്രൈസൽ കമ്മിറ്റി അവിടെ ഉണ്ടായിരിക്കണം. ആ സൈറ്റ് അപ്രൈസൽ കമ്മിറ്റിയാണ് കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിച്ച് എന്ത് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുന്നത്. സൈറ്റ് അപ്രൈസൽ കമ്മിറ്റി. ആ പോയിന്റ് കിട്ടിയോ? ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. രണ്ടാമത്തെ കാര്യം എന്താണ്? മാൻഡേറ്ററി ഡിസ്ക്ലോഷർ ഓഫ് ദി ഇൻഫർമേഷൻ. ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ? ഇപ്പൊ നമ്മുടെ ഇവിടെ കപ്പൽ മുങ്ങിയപ്പോ പറയുന്ന പോലെ അതിന്റെ അകത്ത് കുറച്ച് കെമിക്കൽസ് ഉണ്ട്, പക്ഷെ എന്താണെന്ന് ഞങ്ങൾ പറയൂല. ആ പരിപാടി പറ്റില്ല. എന്ത് കെമിക്കൽ പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്? ഓക്കെ, എന്ത് കെമിക്കൽ പ്രോസസ് ആണ് അവിടെ നടക്കുന്നത്? ആ കെമിക്കൽ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്? അതിന്റെ ബൈ പ്രോഡക്ട്സ് എന്തൊക്കെയാണ് തുടങ്ങിയ all informations are to be mandatorily disclosed. ഓക്കെ, എന്ത് ചെയ്യണം? ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും എന്ത് ചെയ്യണം? നിർബന്ധമായും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. ഓക്കെ, നിർബന്ധമായും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. പോയിന്റ് കിട്ടിയോ? ഇനി സ്പെഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി ഒക്യുപ്പയർ ഇൻ റിലേഷൻ ടു ദ ഹസാഡസ് പ്രോസസ്. ഇനി ഒരു ചെറിയ പോയിന്റ് ഞാൻ പറയാൻ പറ്റുമോ? അത് ഫാക്ടറീസ് ആക്ടിൽ തന്നെ ഒക്യുപ്പയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒക്യുപ്പയർ ആരാണ്? ഒക്യുപ്പയർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഇൻചാർജ് ഓഫ് ദ ഫാക്ടറി. അത് ചിലപ്പോൾ അതിന്റെ ഓണർ ആകാം, സിഇഒ ആകാം, MD ആകാം, മാനേജർ ആകാം. ആ ഫാക്ടറിയിലെ ഏറ്റവും മുതിർന്ന ആൾ ആരാണോ അയാളാണ് ഒക്യുപ്പയർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഫാക്ടറിയുടെ ഏറ്റവും ഉയർന്ന ചുമതലക്കാരൻ ആരാണോ അയാളാണ് ഒക്യുപ്പയർ ഓഫ് ദ ഫാക്ടറി എന്ന് പറയുന്നത്. പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ഇനി എന്താണ്? ഇപ്പൊ ഈ ഒക്യുപ്പയർ എന്ത് ചെയ്യണം? മെയിൻറ്റെയിനിങ് അക്യുറേറ്റ് ആൻഡ് അപ് ടു ഡേറ്റ് ഹെൽത്ത് ആൻഡ് മെഡിക്കൽ റെക്കോർഡ്സ് ഓഫ് വർക്കേഴ്സ് എക്സ്പോസ്ഡ് ടു എനി കെമിക്കൽ, ടോക്സിക് ഓർ എനി ഹാർംഫുൾ സബ്സ്റ്റൻസസ് മാനുഫാക്ചർഡ്, സ്റ്റോർഡ് ഓർ ഹാൻഡിൽഡ് ഓർ ട്രാൻസ്പോർട്ട്സ്. അപ്പൊ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസുമായിട്ട് ഏതെങ്കിലും ഒരു വർക്കർ ഇടപഴകാൻ ഇടവരുന്നു. ഓക്കെ, ഏതെങ്കിലും ഒരു വർക്കർ ഇടപഴകാൻ ഇടവരുന്നുവെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? അതിനെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ആ വർക്കറുടെ ഡേ ടു ഡേ ഹെൽത്ത്, അവരുടെ മറ്റു കാര്യങ്ങൾ, ഓക്കെ, എന്ത് സംഭവിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോയിന്റിംഗ് ഓഫ് ക്വാളിഫൈഡ്, എക്സ്പീരിയൻസ്ഡ് ആൻഡ് കോമ്പീറ്റന്റ് പേഴ്സൺ ഹാൻഡിലിംഗ് സച്ച് സബ്സ്റ്റൻസസ് ടു സൂപ്പർവൈസ് ഹാൻഡിലിംഗ് ഫോർ പ്രൊട്ടക്ടിംഗ് വർക്കേഴ്സ് ഫ്രം ദ ഹസാർഡ്. എന്താണ് ഈ പറയുന്ന പോലെ ഇത്തരം സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത്തരം ഈ കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പേർട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്ത എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും എംപ്ലോയ് ചെയ്യണം. അതല്ലാതെ എന്ത് ചെയ്യരുത്? പല കമ്പനികളും ചെയ്യുന്ന പോലെ പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, ഈ പറയുന്ന പോലെ എന്താണ് ഈ ഹസാഡസ് കെമിക്കൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് പച്ചമരുന്നാണോ, അങ്ങാടി മരുന്നാണോ, ഇംഗ്ലീഷ് മരുന്നാണോ എന്ന് അറിയാത്ത ആൾക്കാരുണ്ട്. യെസ്, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഹസാഡസ് വേസ്റ്റ് അല്ല എന്ത് ചെയ്യും? ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഈ കോഴി വേസ്റ്റ് വരുമ്പോൾ അത് പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താണ്? ഈ വേസ്റ്റ് എല്ലാം കൂടെ ഞങ്ങൾ ഡിസ്പോസ് ചെയ്തോളാന്നും പറഞ്ഞ് കിലോയിൽ 5 രൂപയും 6 രൂപയൊക്കെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. അവർ മേടിച്ചിട്ട് എന്ത് ചെയ്യും? എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കുഴി കുത്തി മൂടും. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. സോ അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇതൊന്നും ഇല്ലാതെ എന്ത് ചെയ്യണം? വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആൾക്കാരെ എംപ്ലോയ് ചെയ്തിരിക്കണം. പിന്നെ ഇങ്ങനെ ഈ പറയുന്ന ഹസാഡസ് മെറ്റീരിയൽസിന്റെ എക്സ്പോഷറിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് റെഗുലർ ഇന്റർവെൽസിൽ പ്രോപ്പർ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ് ആവശ്യമായിട്ടുള്ള ഇൻക്വയറി കമ്മിറ്റി. ഇപ്പൊ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു,
അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പണ്ട് രക്ഷപ്പെട്ടിരുന്ന എന്നാണ് കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ്. കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് എന്ന് പറയും. കാരണം എന്താണ്, ശരിയാണ് ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്, പക്ഷെ അവന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഓക്കെ ഞങ്ങൾ അവനോട് നിർബന്ധമൊന്നും പറഞ്ഞില്ല അവിടെ ജോലിക്ക് പോകണമെന്ന്. അവൻ സ്വയം തയ്യാറായി അവിടെ ജോലിക്ക് പോകാൻ വന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനില്ല, അവന്റെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പൊ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് പണ്ട് ഈ ഫാക്ടറീസ് ആക്ട് ഒക്കെ ബ്രിട്ടനിലൊക്കെ വരുന്നതിന് മുമ്പ് ഈ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് ഒക്കെ പറഞ്ഞ് ഒരുപാട് പേര് തടി കഴിച്ചിലാക്കിയിരുന്നു. അപ്പൊ എന്താണ്, ഇപ്പൊ കോൺട്രിബ്യൂട്ടറി നെഗ്ലിജൻസ് ഒന്നും പറയാൻ പാടില്ല. പകരം എന്താണ്, ഒരു എൻക്വയറി കമ്മിറ്റി ഇൻ കേസ് ഓഫ് സച്ച് ഹെൽത്ത് ഹസാർഡ്, ഒരു ഹെൽത്ത് ഹസാർഡ് ഉണ്ടാകുന്ന സമയത്ത് എന്താണ്, ഒരു എൻക്വയറി കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ എൻക്വയറി കമ്മിറ്റി ആവശ്യമായിട്ടുള്ള പഠനം നടത്തണം. പിന്നെ എന്താണ്, എമർജൻസി സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം. ഇൻ കേസ് ഓഫ് എമർജൻസി, എന്ത് സംഭവിച്ചാൽ, ഒരു എമർജൻസി അല്ലെങ്കിൽ ഒരു കണ്ടീജൻസി അല്ലെങ്കിൽ ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എങ്ങനെ വർക്ക് ചെയ്യണം എന്നൊക്കെ തുടങ്ങുന്ന ഇതിനെയൊക്കെ സ്പെസിഫൈ ചെയ്യുന്ന ഒരു കോഡ്, ഒരു എമർജൻസി ഒരു പ്രോട്ടോകോൾ ഉണ്ടായിരിക്കണം. എമർജൻസി പ്രോട്ടോകോൾ ഉണ്ടായിരിക്കണം. പെട്ടെന്നൊരു ആക്സിഡന്റ് സംഭവിച്ചു അല്ലെങ്കിൽ പെട്ടെന്നൊരു സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ എന്താണ്, പെർമിസിബിൾ ലിമിറ്റ്സ് ഓഫ് എക്സ്പോഷർ ഓഫ് കെമിക്കൽ ആൻഡ് ടോക്സിക് സബ്സ്റ്റൻസസ്. ഒരു വ്യക്തിക്ക് എത്ര നേരം വരെ ഈ പറയുന്ന പോലെ ടോക്സിക് സബ്സ്റ്റൻസസുമായിട്ട് ഇടപഴകാം. ഇപ്പൊ നമ്മൾ ചെർണോബിലിന്റെ കാര്യം പറയുമ്പോൾ കാര്യത്തിൽ പറയുമ്പോൾ എന്താണ്, മാക്സിമം 5 minutes ആണ് ഒരു വ്യക്തി അവിടെ പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നത്. അപ്പോഴത്തേക്കും വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് മാക്സിമം എത്ര സമയം വരെ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാമെന്നുള്ളത്. അടുത്തത് എന്താണ്, വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ സേഫ്റ്റി മാനേജ്മെന്റ്. ഇത്തരത്തിലുള്ള സേഫ്റ്റി മാനേജ്മെന്റുകളിൽ വർക്കേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ എന്തൊക്കെയാണ്. ഇനി എന്താണ്, റൈറ്റ് ഓഫ് വർക്കേഴ്സ് ടു വാൺ അബൌട്ട് ഇമിനന്റ് ഡേഞ്ചർ. ഇപ്പൊ വർക്കേഴ്സ് ആണല്ലോ അവിടെ സ്ഥിരമായിട്ട് പണിയെടുക്കുന്നത്. അപ്പൊ ഒരു മെഷീന്റെ പ്രവർത്തനങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ വർക്കേഴ്സിന്റെ വർക്കേഴ്സ് വിൽ ഗെറ്റ് ദ നോളജ്. വർക്കേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവും. എന്താ വർക്കേഴ്സിന് മനസ്സിലാവുക, എന്താ വർക്കേഴ്സിന് മനസ്സിലാവുക, ദിസ് പർട്ടിക്കുലർ തിങ് ഈസ് ഹാവിങ് സം ഇഷ്യൂ. ഇതൊരു പോസിബിൾ ആയിട്ട് മിക്കവാറും ഇത് പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ മിക്കവാറും എന്ത് ചെയ്യും, ഇതിന് എന്തെങ്കിലും ഒക്കെ ഒന്ന് സംഭവിക്കും എന്നുള്ള ആ ഒരു ബോധ്യത്തിന്റെ പുറത്ത് എന്നുള്ള ആ ഒരു ബോധ്യത്തിന്റെ പുറത്ത് എന്ത് ചെയ്യാം, ദിസ് വർക്കേഴ്സ് ക്യാൻ ആസ്ക് അല്ലെങ്കിൽ ദിസ് വർക്കേഴ്സ് ക്യാൻ പ്രൊവൈഡ് വാർണിംഗ്, ഒരു വാർണിംഗ് കൊടുക്കാം ടു ദി മാനേജ്മെന്റ് റിഗാർഡിംഗ് ആൻ ഇമിനന്റ് ഡേഞ്ചർ. അടുത്തത് വർക്കിംഗ് അവേഴ്സ് ആണ്. വർക്കിംഗ് അവേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്താണ്, വീക്ക്ലി വർക്കിംഗ് അവേഴ്സ് ഷാൽ ബി ലെസ് ദാൻ 48 hours. അപ്പൊ വീക്ക്ലി വർക്കിംഗ് അവേഴ്സ് ഒരു കാരണവശാലും 48 മണിക്കൂറിന് മുകളിൽ പോകാൻ പാടില്ല. വീക്ക്ലി ഹോളിഡേസ് അറ്റ്ലീസ്റ്റ് 1 day ഇൻ എ വീക്ക് കൊടുത്തിരിക്കണം, പ്ലസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഹോളിഡേസ്. അപ്പൊ സപ്പോസ് ഞാൻ പല വിദേശ രാജ്യങ്ങളും കണ്ടിട്ടുള്ള എങ്ങനെ വെച്ചാൽ 48 മണിക്കൂർ അവിടെ വർക്കിംഗ് അവേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇവരെന്ത് ചെയ്യും, 12 hours വെച്ച് 4 മണിക്കൂർ എടുക്കും. 4 ദിവസം 12 മണിക്കൂർ എടുത്തിട്ട് ബാക്കി 3 ദിവസം റെസ്റ്റ് എടുക്കും. അപ്പൊ ഒരാഴ്ചയിൽ എന്ത് ചെയ്യും, ആഴ്ചയിൽ അടുപ്പിച്ച് 3 ദിവസം എടുക്കും. പിന്നെ അടുത്ത ആഴ്ചയിലെ 3 ദിവസം ആദ്യം എടുക്കും. അപ്പൊ ഇവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഒരു 6 ദിവസം അടുപ്പിച്ച് ഓഫ് കിട്ടും. പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോമ്പൻസേറ്ററി ഹോളിഡേസ്. ഈ പറയുന്ന പോലെ എന്താണ്, ഒരു ദിവസം വർക്ക് ചെയ്യുമ്പോൾ ഒരു ഹോളിഡേയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനൊരു എക്സ്ട്രാ ഒന്നെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം, അതല്ലെങ്കിൽ പിന്നീട് ഒരു ഹോളിഡേ എക്സ്ട്രാ കൊടുക്കണം. പിന്നെ ഈ പറയുന്ന പോലെ ഡെയിലി അവേഴ്സ്, ഡെയിലി അവേഴ്സ് ഒരിക്കലും 9 മണിക്കൂറിൽ കൂടാൻ പാടില്ല. ഇന്റർവെൽ ഫോർ റെസ്റ്റ്, ലഞ്ച് ബ്രേക്ക് പോലെയുള്ളത് അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ കൊടുത്തിരിക്കണം. സ്പ്രെഡ് ഓവർ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ മാക്സിമം എത്ര ടൈം വരെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അതിനും കൃത്യമായിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ നൈറ്റ് ഷിഫ്റ്റിൽ സ്ത്രീകളെ കുറിച്ച് നമ്മൾ പറയുന്നത് എത്രയാണ്, 6 to നോർമലി ഇറ്റ് ഈസ് എത്രയാണ്, 6 to 6 ആണ്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മുതൽ രാവിലെ 6 വരെ സ്ത്രീകളെ ജോലി ചെയ്യിപ്പിക്കരുത് എന്നാണ് പറയുന്നത്. ഓരോ സ്റ്റേറ്റിനനുസരിച്ച് മാറുന്നുണ്ട്. കേരള ഹാസ് മെയ്ഡ് several rules for the protection for envisaging night shifts to women as well. ഇതൊക്കെയാണ് നമ്മുടെ ഫാക്ടറീസ് ആക്ടിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട പ്രൊവിഷൻസ്. വുമൺ ആൻഡ് ചിൽഡ്രൻ 6 AM to 7 PM. 7 PM ആണ് അവരെ ചെയ്യാൻ പറ്റുന്നത്. വുമൺ എംപ്ലോയ്മെന്റ് വരുന്നത് ബിറ്റ്വീൻ 10 PM to 5 AM. ഈ സമയത്ത് അവരെ എംപ്ലോയ് ചെയ്യാൻ പാടില്ല. ടൈം കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണേ. നൈറ്റ് ഷിഫ്റ്റ് ഇസ് പെർമിറ്റഡ് ഓൺലി ഇൻ കേസ് ഓഫ് ഫിഷ് കറിംഗ് ആൻഡ് ഫിഷ് ക്യാൻ. അതൊരു ലേബറുമായിട്ട് ബന്ധപ്പെട്ട ടൈമാണ്. അവർക്ക്
ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷനും കെയറും കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ അത് പെർമിറ്റ് ചെയ്തിട്ടുള്ളൂ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു.